കണ്ടോ പത്ലു, ഈ ചെടികളിലൊക്കെ നല്ല നല്ല പൂക്കൾ ഉണ്ടാവും. അതെ അതെ, ഇവിടെല്ലാം നല്ല പൂക്കൾ വിരിയും, എങ്ങും പച്ചപ്പാവും. നിർബന്ധമായും എല്ലാവരും ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. പത്ലു, നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കാം. കുറച്ചുകൂടെ മണ്ണ് മാറ്റി നോക്കാം. കുറച്ച് നല്ലോണം മണ്ണെടുത്ത് നോക്കാം. ഇതിലെന്താണ്? തുറന്നു നോക്കട്ടെ. എന്താ ഇത്? ഇതൊരു ക്യാമറയാണല്ലോ, അതും പുതിയതുപോലെ ഉണ്ടല്ലോ. ഇത് കണ്ടിട്ട് പഴയ മോഡലാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോയി ബാറ്ററി ഇട്ട് നോക്കാം പ്രവർത്തിക്കുന്നുണ്ടോന്ന്. ഞാൻ ബാറ്ററി എടുക്കാൻ പോയി, ദേ വന്നു. ഇന്ന പിടിച്ച ബാറ്ററി. ആദ്യം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. പത്ലു, സ്മൈൽ പ്ലീസ്. നൈസ് ഫോട്ടോ, സൂപ്പർ. ഓക്കെ ഓക്കെ. ഇതിനിടയിൽ കമ്പ എവിടുന്ന വന്ന്? അതെ, ഇത് എവിടുന്ന വന്നത്? ശരി, നീ എന്റെ ഒരു ഫോട്ടോ എടുക്ക, നോക്കാലോ. മോട്ടോ ചിരിക്ക, കുറച്ച് അങ്ങോട്ട് നിക്ക. എന്റെ അമ്മേ. അതെ, ഈ കമ്പ് തന്നെയാണല്ലോ ഫോട്ടോയിലും വന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഈ ഫോട്ടോ അതിന് മുമ്പ് എടുത്തതല്ലേ, അതിന് ശേഷമല്ലേ ഈ കമ്പ് വന്ന് മുഖത്തടിച്ച്. നീ ഒന്നുകൂടെ നിക്ക്, ഞാൻ ഒരു ഫോട്ടോ കൂടെ എടുക്കാം. ഈ തേനീച്ചകളൊക്കെ ഇപ്പൊ ഇതിനിടയിൽ എവിടെന്നാ വന്നേ? ഈ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് താ, ഞാൻ നോക്കട്ടെ. അതെ, ഇതെങ്ങനെ സംഭവിച്ചു? ഈ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന തേനീച്ചക്കൂട് നമ്മുടെ പൂന്തോട്ടത്തിൽ തന്നെയുണ്ട്. ദേ, ഈ മരത്തിൽ. മോട്ടു ഓടിക്കോ, തേനീച്ചകൾ വരുന്നുണ്ട്. എന്റെ മോട്ടോ, ഈ തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ അമ്മോ, ഇതെന്താണ്? നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ക്യാമറയിൽ ആദ്യം പതിയുന്നത്. എന്റെ മുഖത്ത് കമ്പ് വന്ന് അടിക്കുന്നത് ഈ ഫോട്ടോയിൽ ആദ്യം വന്നില്ലേ? എന്റെ തലയിൽ തേനീച്ചക്കൂട് വീഴുമെന്നുള്ള കാര്യം ആദ്യം പതിഞ്ഞതും ഈ ക്യാമറയിൽ തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ ഇത് ഭാവി കാര്യങ്ങൾ പറയുന്ന ക്യാമറയാണെന്ന് അർത്ഥം അല്ലേ പത്ലു? വാ, നമുക്ക് ഗസീറ്റാറാമിന്റെ ഫോട്ടോ എടുത്ത് നോക്കാം, അയാൾക്ക് എന്ത് പണിയാ കിട്ടുന്നേന്ന്. ഇതെന്താ, ഖസീറ്റാറാമിന് നിധി കിട്ടാൻ പോകുന്നു? ദേ നോയിക്കേ. വാ, നമുക്കിത് അയാളോട് പറയാം, എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന നിധിയിൽ പകുതി നമുക്ക് ചോദിക്കാം. വേഗം പോവാം. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. നിധി ആരുടെ ആയാലും അതിന് ജോണിന് സ്വന്തം. ജോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേ നമ്പർ 2? നിന്റെ ഈ കഥ പറച്ചിട്ട് നിർത്ത, എന്നിട്ട് നമുക്ക് ഖസീറ്റാറാമിനെ തപ്പാം. വാ. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, എന്തൊരു ചൂടാണ്. ഖസീറ്റാറാമിന് ഞാൻ വീശി തരാം. വേണ്ട വേണ്ട, എന്റെ റാമേട്ടന് ഞാൻ വീശി കൊടുത്തോളാം. ഇനിയുള്ള വീശലൊക്കെ എന്റെ പിള്ളേരെ നോക്കിക്കോളും. ഗസീറ്റയെ സേവിക്കാൻ കഴിയുന്നത് എന്റെ സൗഭാഗ്യമാണ്. നിങ്ങൾ എല്ലാരും ഇതൊന്നും നിർത്തുന്നുണ്ടോ? എന്തായി കാണിക്കുന്നത്? എനിക്ക് അത്ര ചൂടൊന്നും തോന്നുന്നില്ല. എടാ, ഗസീറ്റ പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിന് ഉഷ്ണിക്കുന്നില്ലെന്ന്. മതി, അദ്ദേഹത്തെ വിട്ടേക്ക്, വിട്. എടോ ചായക്കാരാ, നല്ല ചൂടുള്ള സമൂസ ഇങ്ങ് എടുത്തോ. ഗസീറ്റാറാമിന് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഇത് വിളമ്പി കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഇവരും എങ്ങനെയോ വിവരം അറിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ. റാമേട്ടൻ ഞങ്ങളുടെ കൂട്ടുകാരനാ, സമൂസയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. ഗസീറ്റയ്ക്കുള്ള ചായ വേഗം എടുക്ക്. അതെ അതെ, വേഗം ചായ എടുക്ക്. ഞങ്ങളുടെ കൂട്ടുകാരന്, ഞങ്ങളുടെ വലിയേട്ടന്. കുടിക്ക്. കുടിക്ക്. ഗസീറ്റ കുടിക്ക്, കുടിക്ക്. ഒന്നുമില്ല, കുടിക്ക്.
ആ, എന്റെ തൊണ്ട പോയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല വട്ട് പിടിച്ചോ? എന്റെ തൊണ്ട ഇപ്പൊ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ വേഗം ചെന്ന് ഡോക്ടറെ ഒന്ന് കാണട്ടെ. ഗസിട്ടറാമി നിൽക്കൂ, നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്ന് തരാം. യെസേട്ടാ, ഞങ്ങളും വരുന്നുണ്ട് കൂടെ. നിങ്ങളെങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ സാധിക്കില്ലല്ലോ. ഈ സ്ഥലം കുറച്ച് പെശകായതുകൊണ്ട് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതെന്താ ഇത്? ഞാൻ വല്ല സ്വപ്നവും കാണുകയാണോ? നിങ്ങൾക്ക് വേദനയുള്ള സ്ഥലത്ത് വെക്കാൻ ഞാൻ പ്ലാസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങള് പ്ലാസ്റ്ററും കൊണ്ടുവന്നിട്ടുണ്ട്, ബാമും കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ എല്ലാരും എന്തിനാ വെറുതെ എന്റെ പുറകെ കണ്ട് കെട്ടിയെടുക്കണേ? എന്നൊന്ന് വെറുതെ വിട്ടോണേ. ഞാൻ നിങ്ങളോട് വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ കാരണമല്ലേ നിങ്ങൾക്ക് വേദന ഉണ്ടായത്. അതുകൊണ്ട് പ്ലാസ്റ്റർ ഞാൻ ഒട്ടിക്കും. പ്ലാസ്റ്റർ ഞങ്ങൾ ഒട്ടിച്ചു തരാന്നേ. എന്നെ വിടൂ. അങ്ങനെ പറയരുത്. വിടാല്ലേ പറഞ്ഞേ. അമ്മേ. മമ്മി. കണ്ടോ, മമ്മി മമ്മി എന്ന് നിലവിളിച്ചപ്പം അവസാനം മമ്മി പോലെ തന്നെയായി. നീ മിണ്ടരുത്, ഇവ ഞങ്ങൾക്ക് സ്വന്തം. അല്ല, റാമേട്ടൻ ഞങ്ങളുടെയാ. അയ്യോ ഭൂതം, ഓടിക്കോ. വഴി മാറിക്കോ, കണ്ണു കണ്ടോ മനുഷ്യ തനിക്ക്. വേഗം ഓടാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്കും കാണാതാകും. ദാ നോക്കിയേ, എന്റെ ദൈവമേ, അതെന്തുവാ? നീ ഇത് കേട്ടിട്ടില്ലേ? ഈജിപ്തിലൊക്കെ ഇതുപോലുള്ള മമ്മികൾ കുറെ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഈ മമ്മി ജീവനോടെ എഴുന്നേറ്റ് വരുന്നതെന്നാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എല്ലാരും വഴി മാറിക്കോ. പുറകെ ഭൂതം വരുന്നുണ്ട്. സിംഗം സാറേ, മമ്മി മമ്മി. എന്തു പറ്റിയ തന്റെ മമ്മിക്ക്? എന്റെ മമ്മിക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ ഈജിപ്തിലെ മമ്മി വന്നു. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ സാറേ. സിംഗം സാറേ, ഓടിക്കോ. മമ്മി വരുന്നുണ്ട്, ഓടിക്കോ. നിന്റെ മമ്മി വരുന്നതിന് ഞാൻ എന്തിനു പേടിച്ച് ഓടണം? അയ്യോ, എന്റെ മമ്മി അല്ല സാറേ. പ്ലാസ്റ്റർ കെട്ടിയ മമ്മിയെ കുറിച്ച് പറഞ്ഞത്. ഈ പ്ലാസ്റ്റർ കെട്ടിയ മമ്മിയെ കണ്ട് ഞാൻ എന്തിനാ പേടിക്കണ്ടേ? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ചിങ്കൻ സാർ. കോഫിനിലുള്ള ഈജിപ്തിലെ മമ്മി. ഓടിക്കോ. അതെ, അത് വന്നു വന്നു വന്നു. എന്റെ അമ്മോ, ഇവറ്റകൾ എന്താ ഈ മമ്മിയെ കണ്ടിങ്ങനെ പേടിക്കുന്നത്? മമ്മി ഈജിപ്തിന്റെ ആയെന്താ, ഇന്ത്യയുടെ ആയെന്താ? മമ്മി സ്നേഹത്തിന്റെ സ്വരൂപമല്ലേ? എന്തിനു പേടിക്കണം? വെൽക്കം മമ്മി. എന്റെ അമ്മോ, ഇതാണ് അവര് പറഞ്ഞ മമ്മി. ഈ മമ്മി എന്റെ അടുത്തേക്ക് വരരുത്. ഭൂതമ്മ, ഭൂതമ്മ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ റിയൽ മമ്മി, എന്നെ രക്ഷിക്കണേ. മമ്മി, അമ്മേ, അമ്മമ്മേ. ചിങ്കൻ സാറേ, നിങ്ങൾ ഇതുവഴി ഒരു മമ്മിയെ കണ്ടിരുന്നു. ഒന്ന് വേഗം പറ. ഞങ്ങള് കൊറേ നേരമായിട്ട് അതിനും തപ്പി നടക്കുക. ഓ, നിങ്ങളുടെ മമ്മി ദാ അവിടേക്ക് പോയിട്ടുണ്ട്. താങ്ക് യു സാറേ. ഓൾ ദ ബെസ്റ്റ്. ചെല്ല് ചെല്ല്. മോട്ടു പട്ലു, എനിക്ക് നിങ്ങളോട് അഭിമാനം തോന്നുന്നു. ഈ ധൈര്യം കണ്ട് ഈ നാട്ടുകാർക്ക് നിങ്ങളോട് അഭിമാനം തോന്നുന്നു. ഞാൻ നിങ്ങൾക്കൊരു സല്യൂട്ട് ചെയ്യട്ടെ. ദൈവം നിങ്ങളെ രണ്ടാളും രക്ഷിക്കട്ടെ. നിങ്ങൾക്കുള്ള സല്യൂട്ട് എന്റെ തോക്കൊണ്ട് തന്നെ ആവട്ടെ. അറ്റൻഷൻ. എന്റെ മമ്മി. എന്റെ അമ്മച്ചി പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മച്ചി എന്നെ അവന്മാരെ ഓടിച്ചോടിച്ച് ഒരു പരുവത്തിലാക്കി കളഞ്ഞു. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ദേ വീണ്ടും വന്നല്ലോ. ഓ, നിങ്ങൾ എല്ലാരും ചേർന്ന് എന്തിനാ വെറുതെ എന്നെ ശല്യം ചെയ്യുന്നേ? നിങ്ങളോട് ഞാൻ വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. എന്നോട് ക്ഷമിക്കണം. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണേ. നിന്റെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങ് എടുക്ക. ഗസീട്ട, ഇവനൊരു തരി സ്വർണം പോലും കൊടുക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തല്ലേ, അതുകൊണ്ട് സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് തരണം. നിങ്ങളെല്ലാരും പപ്പാതി എടുത്തോന്നേ. എന്റെ അടുത്ത് അത് ഒരുപാട് ഉണ്ടല്ലോ. ദേ വരുന്നു. നിങ്ങൾ എല്ലാരും എന്തായി കാണിക്കുന്നേ? എനിക്കൊന്ന് എഴുതിയെടുക്കണമെന്നേ. ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോണു, എത്ര ദിവസത്തേക്കാ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോണെന്ന്. എന്താ പറഞ്ഞു? ആര്, എന്തൊക്കെ, എത്ര ദിവസത്തേക്ക്? അതെ, ഇതെന്റെ ബിസിനസ് അല്ലേ. ഈ മുക്കുപണ്ടൊക്കെ ഞാൻ വാടകയ്ക്കാ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വാടക കാശ് തന്നാ മതിന്നേ. എന്ത്? ഇത് മുഴുവനും മുക്ക് പണ്ടാണോ? ഈ മുക്കുവണ്ടത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്? അവന്റെ ഒരു ക്യാമറ, ഇത് ശരിക്കും ഒരു പൊട്ട ക്യാമറയാ. പോട്ടെ.
അതെ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഇവിടെ എന്താ സംഭവിച്ചെന്ന്?